ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയ മീൻ കണ്ടല്ലോ, ഇത് പൊടിമീനാണ്. അപ്പോൾ അതിനൊന്ന് വൃത്തിയാക്കി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മല്ലിയും മുളകെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലി ഇട്ടിട്ടുണ്ട്, വീട്ടിൽ തന്നെ മുളക് കൂടുന്നുണ്ട്, ഒപ്പം ഇട്ട് വറുക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് നനയാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെളിച്ചെണ്ണ, അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് മല്ലിയും മുളക് ഇട്ട് വറുത്തെടുക്കുന്നതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനെല്ലാം മല്ലി തന്നെ ഇനി നല്ലൊരു ഇതിട്ടതാണ്. ഇപ്പം എണ്ണയും കൂടി ആകുമ്പോൾ വേണ്ടാച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കിങ്ങനെ വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് പച്ചത്തേങ്ങ ഉണ്ടല്ലോ, പച്ചത്തേങ്ങ ഇടുന്നതാണ്. തേങ്ങേനെ വറുത്തെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ പച്ചത്തേങ്ങ ഇട്ടിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ഇത് നന്നായി ചൂടായി എന്നല്ല, നല്ല മണം വരുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും ഒരു നുള്ളി ജീരകവും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ ചിരകിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഇതിന് മാങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ കുറച്ച് അധികം ഇടുന്നുണ്ട്. അതിൻ്റെ മധുരം അങ്ങനെ മുമ്പിൽ നിൽക്കില്ല. മീൻകറിക്ക് തേങ്ങ കൂടുതലിട്ടാൽ മധുരം കൂടുതലുണ്ടാവുമെന്ന് വെച്ചാൽ, അപ്പോൾ മാങ്ങ ഇടുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇതിന് തേങ്ങ അരച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങയും ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് നമ്മൾ അരച്ചെടുത്തത് അടണ്ട്, മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു സവാള, ഒരു തക്കാളി, ഒരു 4 പച്ചമുളകും കൂടി കീറി വെച്ചിട്ടുണ്ട്. അരവ് കണ്ടല്ലോ, റെഡി ആയിട്ടുണ്ട്. മീൻ നന്നാക്കിയതും അട വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കറി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മണ്ടച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കയിൽ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇതുകൊണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, തക്കാളിയും കൂടി ഇപ്പോൾ ഇടാം. അതൊന്ന് കുറച്ച് ഇതാകുന്ന സമയത്ത് നമുക്കതിൻ്റെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് തക്കാളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. മാങ്ങ കൂടി അരിച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മസാലകളെല്ലാം നല്ല വഴറ്റി വെച്ചിട്ടുണ്ട്. അതിന് വഴണ്ട് വന്നല്ല, എന്നാലും ഒരു കറിക്ക് വേണ്ട ആ പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ച് അരവും കൂടി ചേർത്ത് കുറച്ച് ലൂസാക്കി എടുക്കാം. നമുക്കിങ്ങനെ മാങ്ങയിലിട്ടുകൊണ്ട് നല്ല പുളിയില്ലാതായതുകൊണ്ട് കറിക്ക് കുറച്ച് ഉപ്പും പുളിയെല്ലാം നല്ലതുണ്ട്. കുറച്ച് ലൂസിലാണ് നല്ലത്, കട്ടി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മളെ കഴുകി വൃത്തിയാക്കി ചേർക്കുന്ന മീനിട്ട് കൊടുക്കാം. നന്നായി തിളക്കുന്നുണ്ട് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് കുറുകിയിട്ടല്ല, എന്നിരുന്നാലും കുറച്ചും കുറുകിയിട്ട് വരണം. അപ്പം അങ്ങനെ തിളച്ച് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്കിതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളെ കറി കുറുകി വന്നത് കണ്ടില്ലേ, നല്ല കുറുകി നല്ലൊരു ചാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ മീൻ കറി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ നമുക്കെല്ലാവർക്കും ബൈ ബൈ.